പ്രിയ കൂട്ടുകാരെ, നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പിന്നെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ കാണിക്കുന്നത് ന്യൂ സൗത്ത് വെയിൽസിലെ ഓൾബറിയിൽ നിന്ന് കാൻബറയിലേക്കുള്ള യാത്രയും കാൻബറ പാർലമെൻ്റ് എല്ലാമാണ്. ഞങ്ങൾ അതിരാവിലെ ഓൾബറിയിൽ നിന്നും യാത്ര തുടങ്ങി. വിജനമായ വഴിയാണ്, പ്രത്യേകിച്ച് വേറെ വാഹനങ്ങളോ തിരക്കൊന്നുമില്ലാത്ത ഏകദേശം 3 മണിക്കൂർ എടുക്കുന്ന ഒരു യാത്രയാണ് കാൻബറയിലേക്കുള്ളത്. രണ്ട് സൈഡുകളിലും പച്ചപ്പാർന്ന മരങ്ങളും എല്ലാം മൂടൽ മഞ്ഞെല്ലാമാണ്. ഈ തണുപ്പ് സമയമായതുകൊണ്ട് നല്ല മഞ്ഞുണ്ടായിരുന്നു രാവിലെ ഇറങ്ങുമ്പോൾ. അങ്ങനെ മൂടൽ മഞ്ഞും എല്ലാം കൊണ്ട് ഏകദേശം 3 മണിക്കൂർ കൊണ്ട് നമ്മളൊരു ടൗണിൻ്റെ ഭാഗത്തെത്തി. എന്നാലും നല്ല പ്രകൃതി രമണീയമായ ഒരു ഭാഗം തന്നെയാണ് കാൻബറ. മരങ്ങളും പുഴകളും വെള്ളക്കെട്ടുകളെല്ലാം നിറഞ്ഞ ഒരു പട്ടണം. ഞങ്ങളങ്ങനെ പട്ടണത്തിലേക്ക് കടന്നു. പാർലമെൻറ്റ് കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൂരെ നിന്നും നമുക്ക് പാർലമെൻറ്റിൻ്റെ മുകളിലെ ഫ്ലാഗ് കാണാവുന്നതാണ്. അങ്ങനെ ആ ഫ്ലാഗിരിക്കുന്ന ദിശയിലേക്ക് ഞങ്ങൾ യാത്ര തുടർന്നു. മമ്മിയും കൊച്ചും ഫാമിലി എല്ലാവരുമായിട്ടാണ് ഞങ്ങൾ പാർലമെൻറ്റിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി വന്നത്. അങ്ങനെ നമുക്ക് ആ ഫ്ലാഗ് കൂടുതൽ വ്യക്തമായി വന്നുകൊണ്ടിരുന്നു. ഒരു 4 സ്റ്റെയിൻലെസ് സ്റ്റീൽ തൂണുകളിൽ അങ്ങനെ ഓസ്ട്രേലിയയുടെ ഫ്ലാഗ് പാറി പറന്ന് നിൽക്കുന്നത് നമുക്കവിടെ കാണാം. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് യാത്ര തുടർന്നു. പാർക്കിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇരുവശങ്ങളുമായി പല രാജ്യങ്ങളുടെയും ഫ്ലാഗുകൾ ഇങ്ങനെ പാറിപ്പറന്ന് നിൽക്കുന്നത് കാണാം. ചെറിയൊരു ഫീസാണ് പാർക്കിങ്ങിന് വരുന്നത്. നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്തോ അതിനനുസരിച്ചുള്ള ചെറിയൊരു പേയാണ് പാർക്കിങ്ങിൽ വരുന്നത്. വലിയ ചെക്കിംഗ് ഒന്നുമില്ലാതെ തന്നെ നമുക്ക് പാർക്കിങ്ങിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. അങ്ങനെ വിശാലമായ പാർക്കിങ്ങും നമുക്കവിടെ ഉണ്ട്. അങ്ങനെ പാർക്കിംഗ് ഗാർഡെല്ലാം അടുത്ത് ഞങ്ങൾ വാഹനമിടാനുള്ള ഒരു നല്ല സ്പോട്ട് നോക്കി നടന്നു. പ്രത്യേകിച്ച് അധികം തിരക്കുള്ളതായിട്ട് നമുക്ക് തോന്നിയില്ല. കാൻബറയിലെ ക്യാപിറ്റൽ ഹില്ല് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. 1988 മെയ് 9 എലിസബത്ത് രാജ്ഞിയാണ് ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ നമ്മൾ ഈ പാർലമെൻറ്റിൻ്റെ ലോവർ ഹൗസിലേക്കാണ്. ലോവർ ഹൗസിൽ വെച്ചിട്ടാണ് പ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. ഇത് ഒരു പച്ച നിറത്തിലാണ് ഈ ലോവർ ഹൗസ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഓസ്ട്രേലിയയിലെ യൂക്കാലിപ്സ് കാടുകളെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ ലോവർ ഹൗസ് ഭരണകക്ഷികളും പ്രതിപക്ഷവും ഇരുന്ന് നിയമനിർമ്മാണം ചെയ്യുകയും ഓരോ ജനങ്ങളെ ബാധിക്കുന്ന ഓരോ തീരുമാനങ്ങളും അവിടെ വെച്ചാണ് അവർ ചർച്ച ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെയുള്ളൊരു ക്യാൻറ്റീനിലേക്ക് ആണ് കടന്നുപോയത്. ഞങ്ങൾ അവിടെ വളരെ ദൂരം യാത്ര ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ഒരു കാപ്പിയെല്ലാം കുടിച്ച് പിന്നെ നമുക്കിനി അപ്പർ ഹൗസാണ് കാണാനുള്ളത്. അപ്പോൾ അപ്പർ ഹൗസെല്ലാം കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് അതിൻ്റെ വരാന്തകളിലൂടെ നടന്നു. വരാന്തകളിൽ നടക്കുമ്പോൾ നമുക്ക് ഓസ്ട്രേലിയയുടെ ചരിത്രത്തെ വിളിച്ചോതുന്ന പലതരം ശില്പങ്ങളും
അതുപോലെ തന്നെ പലതരം പെയിൻറ്റിങ്ങുകളും അങ്ങനെ പല കലാസൃഷ്ടികളും കണ്ട് പതുക്കെ കടന്നു പോകാം. വളരെ വൃത്തിയായും നല്ല രീതിയിലും അവരതിനെ പരിപാലിക്കുന്നു. നിശബ്ദമായ ഒരു ഇടം. അങ്ങനെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ അപ്പർ ഹൗസ് അവർ കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത് കടും ചുവപ്പ് നിറത്തിലാണ്. ഇത് ഓസ്ട്രേലിയയിലെ മരുഭൂമിയിലെ മണ്ണിനെയും ആ ഒരു പ്രദേശത്തെയാണ് ഈ അപ്പർ ഹൗസ് പ്രതിദാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു റെഡ് കളർ അവർ ആ അപ്പർ ഹൗസിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അപ്പർ ഹൗസിലാണ് ഈ നമ്മൾ ലോവർ ഹൗസിലെ വെച്ച് ഉണ്ടാക്കിയ പല നിയമങ്ങളും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിച്ച് ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ താല്പര്യങ്ങളെല്ലാം അവിടെ വെച്ചാണ് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. നമ്മൾക്ക് ഈ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഇവിടുത്തെ പല പ്രമുഖ വ്യക്തികളുടെയും പെയിൻറ്റിങ്ങുകളും ഫോട്ടോകളെല്ലാം സൈഡുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് കണ്ടു നടക്കാനായിട്ട് വളരെയധികം കാര്യങ്ങളുണ്ട്. പല പ്രധാനപ്പെട്ട വ്യക്തികളുടെ കാര്യങ്ങളും അവരുടെ ചരിത്രപരമായ പല പെയിൻറ്റിങ്ങുകളും എല്ലാം നമുക്ക് ചുമരിൽ അവിടെ ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇത്രയധികം ആളുകൾ കടന്നു വരുന്ന സ്ഥലമായാലും വളരെ നിശബ്ദമായാണ് ഇവിടെ നമുക്ക് ഇത് നടന്ന് കാണുവാൻ സാധിക്കുന്നത്. ഒരു ശബ്ദം പോലും നമുക്ക് അവിടെ ഇവിടെ കേൾക്കാൻ സാധിക്കുന്നില്ല. അത്രയും പല കരാറുകളും പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ചുമരുകളിൽ കാണാനായിട്ട് സാധിക്കും. നമുക്ക് മറ്റ് സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അവരുടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് കാണുവാൻ വീക്ഷിക്കാനെല്ലാം ഇവിടെ വെച്ച് സാധിക്കുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു ആകർഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക്, അതായത് ഗ്രാസ് റൂഫ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് ജനങ്ങൾക്ക് നടന്നു കയറി ചെല്ലാൻ സാധിക്കും. ഇതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത് ഇത് ഭരണാധികാരികൾക്ക് മേലെയാണ് ജനങ്ങളുടെ സ്ഥാനം ജനാധിപത്യത്തിൽ എന്നാണ് ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ പുറംവശം വളരെ മനോഹരമായ ഒരു തടാകവും പലതരം പൂക്കളും എല്ലാം വെച്ച് അലങ്കരിച്ചിരിക്കുന്നു. പുറത്തുനിന്ന് കാണുമ്പോൾ അതിമനോഹരമാണ്. പാർലമെൻറ്റ് വളരെ വിസ്തൃതിയേറിയ ഒരു ഭാഗം. വളരെയും ആളുകൾ കടന്നു വരുന്നതും എല്ലാം നമുക്ക് ഇതിൻ്റെ വ്യൂവിൽ കടന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്ന പാർലമെൻറ്റിൽ ഇപ്പോൾ മുകളിലായിട്ട് കാണുന്ന ഓസ്ട്രേലിയൻ പതാക സദാസമയം കാറ്റിൽ പാറി പറക്കുന്നു. ഫ്ലാഗ് ഏകദേശം 81 മീറ്റർ ഉയരത്തിലുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊടിമരമാണിത്. അങ്ങനെ ഞങ്ങൾ പാർലമെൻറ്റിലെ കാഴ്ചകളെല്ലാം കണ്ട് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. വളരെ വിശാലമായൊരു പുൽമേടും ആകർഷകമായ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുവാൻ കാണുവാൻ സാധിക്കുന്നത്. തണുപ്പ് കൊണ്ടായിരിക്കാം അധികം ആരും ആ സമയത്ത് ഇല്ല. ഞങ്ങളങ്ങനെ ആ വിജനമായ പാർക്കിൽ കൊച്ചിനെ കൊണ്ട് ഓടി നടന്നു. പല കാഴ്ചകളും കണ്ട് ഞങ്ങൾക്ക് തിരിച്ച് ഇന്ന് അങ്ങനെ പോകേണ്ടതുള്ളതിനാൽ വളരെ ധൃതിയിലാണ്. ഞങ്ങളൊരു പ്ലാൻ ചെയ്തൊരു യാത്രയൊന്നും ആയിരുന്നില്ല. കാൻബറയിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്നുള്ള ഒരു പ്രോഗ്രാമായിരുന്നു.